അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ ഇപ്പം ഞാനിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണതൊരു കടുമാങ്ങ അച്ചാറാണ്. കടുമാങ്ങ ചെറിയ മാങ്ങ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഞാനിത് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കത് തുടങ്ങാം. അപ്പോൾ ഈ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 4 മാങ്ങ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. മുളക് മൂത്ത ശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് നിറയെ മാങ്ങ. ഇത് അങ്ങനെ പുറത്ത് വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഒരു ദിവസമൊക്കെ പുറത്ത് വെക്കാമെന്നല്ലാണ്ട് അധികം പുറത്ത് വെക്കാൻ പാടില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. സാധാ മാങ്ങ അച്ചാറിനെക്കാട്ടി എല്ലാവർക്കും, വയസ്സായ ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അവർക്ക് ഇത്തിരി മധുരമൊക്കെ ചേർന്നതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഒക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഒന്ന് നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് വേഗത്തെ മാങ്ങ എണ്ണയിൽ കിടന്നെങ്കിലും വേകുമ്പോൾ നല്ല പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് വിരുന്ന് പോവുക, ഇങ്ങോട്ട് വിരുന്ന് വരിക ഒക്കെ ഉള്ള ഒരു ഇതല്ലേ. പെരുന്നാളിനൊക്കെ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ, സൈഡ് ഡിഷായിട്ട് കൊടുക്കാനും. മാങ്ങ എണ്ണയിൽ കിടന്നിട്ട് അങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാത്തിൽക്കും പിടിക്കണ പോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് കമ്മിയാക്കി വെക്കുക. നന്നായി ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ എണ്ണയിൽ കടന്നിട്ട് മുളക് ഇങ്ങനെ നല്ലൊരു ചുവപ്പ് കളറാകും. പിന്നെ നമുക്കിതിലേക്ക് വെല്ലം ഇട്ട് കൊടുക്കാം. വെല്ലം ഉരുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ പൊടിയാണ്, അപ്പോൾ അതിട്ട് കൊടുക്കുക. ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത പൊടിയാണ്. അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.